ഗുഡ് ഡേയുടെ ഒരു സ്പോൺസർ ടാസ്ക് ആണ് ഇപ്പോൾ ലൈവിൽ കഴിഞ്ഞത്. 2 ടീമുകളായാണ് അവർ തിരിഞ്ഞത്. ഒരു ടീം എ കെയിൽ വന്നത് ശ്രീതു അടങ്ങുന്ന ഋഷി, റസ്മിൻ, അൻസിബ ഒക്കെ അടങ്ങുന്ന ടീമായിരുന്നു. നന്ദന, ഇത്രയും പേരായിരുന്നു ടീം എയിൽ ഉണ്ടായിരുന്നത്. ടീം ബിയിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് അവിടെ അർജുനും അപ്സരയും സായിയും ജാസ്മിനും ജിൻഡോയും അടങ്ങുന്ന ടീമായിരുന്നു ടീം ബി എന്ന് പറയുന്നത്. അതിലെ വിധികർത്താക്കളായി നിന്നത് അഭിഷേക്, സിജോ, നോറ എന്നിവരാണ്. 3 റൗണ്ടുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ റൗണ്ടിൽ ബിസ്ക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് എറിഞ്ഞിട്ട് വായിലേക്ക് വീഴ്ത്തുക എന്നുള്ള റൗണ്ടായിരുന്നു. അതിൽ ടീം എ ആണ് വിജയിച്ചത്. അവർ 14 ബിസ്ക്കറ്റ് കഴിച്ചു. ഇപ്പുറത്തെ ടീം ബി എന്ന് പറയുന്നത് 13 ഒരു ബിസ്ക്കറ്റിന്റെ ഇതിൽ അവർ തോറ്റു. സെക്കൻഡ് റൗണ്ടിൽ ഇങ്ങനെ ഒരു പൈപ്പിലൂടെ ബിസ്ക്കറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് വായിലേക്ക് അത് എത്തിച്ച് ഏറ്റവും കൂടുതൽ ബിസ്ക്കറ്റ് തിന്നുന്ന ആൾക്കായിരുന്നു. അപ്പൊ ജിൻഡോയ് ആയിരുന്നു ടീം ബിയിൽ ബിസ്ക്കറ്റ് കഴിക്കാനായിട്ട് ഇരുന്നിരുന്നത്. അവിടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിരുന്നത് അപ്സരയാണ്. ബിസ്ക്കറ്റ് കഴിക്കാൻ ടീം എയിൽ ഇരുന്നത് നന്ദനയായിരുന്നു. അവിടെ ഇട്ട് കൊടുത്തിരുന്നത് അൻസിബയായിരുന്നു. അപ്പൊ അത് കഴിക്കുന്ന സമയത്ത് അവിടെ വേഗം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്സര. അപ്പൊ ജിൻഡോ അത് വേഗം വായിലാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വായിൽ വന്ന ബിസ്ക്കറ്റ് മുഴുവൻ കഴിക്കാൻ പറ്റാതായപ്പോൾ 2 ബിസ്ക്കറ്റ് എടുത്ത് ജിൻഡോ കയ്യിൽ വെച്ചു. എന്നിട്ട് വെള്ളം എടുത്ത് കുപ്പിയിലെടുത്ത് പിടിച്ച് വെള്ളം കുടിക്കുകയും ബിസ്ക്കറ്റ് തിന്നുകയും അത് കഴിച്ചു ജിൻഡോ. പക്ഷെ കയ്യിലെടുത്ത് പിടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അതങ്ങനെ കഴിച്ചു. അങ്ങനെ ഒരു 13 ബിസ്ക്കറ്റോളാണ് ജിൻഡോ കഴിച്ചത്. അപ്പുറത്ത് നന്ദന കഴിച്ചത് വെറും 5 ബിസ്ക്കറ്റാണ്. അപ്പോൾ അവിടെ സിജോ പറഞ്ഞു കയ്യിലെടുത്ത് പിടിച്ചത് ശരിയായില്ല എന്ന് അവിടെ വാദിച്ചുകൊണ്ടിരുന്നത് നോറയാണ്. നോറ ജഡ്ജാണല്ലോ. നോറ അത് ഡിസ്ക്വാളിഫൈ ചെയ്യണം, ആ ഗെയിമിൽ നിന്ന് അവരെ ഔട്ടാക്കണം, അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, കയ്യിലെടുത്ത് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നോറ അവിടെ വിഷയമുണ്ടാക്കി. നോറയ്ക്ക് ജിൻഡോയുടെ അടുത്ത് കലിപ്പാണെന്ന് അറിയാലോ. അപ്പൊ നോറ അവിടെ പ്രശ്നമുണ്ടാക്കി. ആ സമയത്താണ് അവിടെ സിജോ പറഞ്ഞത് ശരി 13 അവർ കഴിച്ചിട്ടുണ്ട്, 2 അവർ കയ്യിലെടുത്ത് പിടിച്ചതും ഒഴിവാക്കാം, ആദ്യത്തെ 3 റൗണ്ട് ചെയ്ത് ബിസ്ക്കറ്റ് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അതും വേണമെങ്കിൽ ഒഴിവാക്കാം. എന്നിരുന്നാൽ പോലും 8 ബിസ്ക്കറ്റ് അവിടെ ജിൻഡോ മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് സിജോ അവിടെ പറഞ്ഞു. സിജോ ഒരു ജഡ്ജാണല്ലോ. പക്ഷെ അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് ശ്രീതു കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീതു അവിടെ കിടന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറ്റില്ല, ഫേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീതു അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നമുക്കത് ലൈവിൽ കൃത്യമായിട്ട് കേൾപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ശ്രീതു എന്തൊക്കെയോ പറയുമ്പോൾ സിജു അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനല്ല ഇവിടെ ജഡ്ജായിട്ട് നിന്നത്, ഞാനല്ല കണ്ടത്, അപ്പൊ കൂടുതൽ നിങ്ങൾ പറയേണ്ട, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് സിജു ശ്രീതുവിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ശ്രീതുവിന്റെ ഇപ്പോഴത്തെ ഗെയിം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മമ്മി വന്ന് പറഞ്ഞതിന് ശേഷം എവിടെയും എങ്ങനെയും തല പൊക്കാനുള്ള ഒരു ശ്രമമാണ് ശ്രീതു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ഇൻവിസിബിൾ ആയിരുന്നു ശ്രീതു എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പൊ വിസിബിൾ ആവാനുള്ള ഒരു ശ്രമമാണ് ശ്രീതു നടത്തുന്നത്. അപ്പൊ വെറുതെ ചെന്ന് ആരെടുത്തും തല്ല് പിടിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് മമ്മി പറഞ്ഞിരുന്നു ആരെന്ത് പറഞ്ഞാലും ഒപ്പത്തിനൊപ്പം അങ്ങോട്ട് നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കണം, നല്ല മറുപടി കൊടുക്കണം എന്നൊക്കെ മമ്മി ഉപദേശിച്ചിട്ടാണ് ശ്രീതുവിന്റെ അടുത്ത് പോയത്. അപ്പോൾ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ടാസ്കിലും അവിടെ ജഡ്ജായിട്ട് ശ്രീതു വന്ന സമയത്തൊക്കെയും തന്നെ ശ്രീതു അവിടെ കിട്ടുന്ന ചാൻസിൽ മുഴുവൻ വഴക്കുണ്ടാക്കാനും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ നന്നായി സംസാരിക്കാൻ അവിടെ ശ്രീതു ശ്രമിക്കുന്നുണ്ട്. കാരണം അങ്ങനെയാണ് അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടുള്ളൂ എന്ന് ശ്രീതുവിന് അറിയാവുന്നത് കൊണ്ട്, പിന്നെ പ്രത്യേകിച്ച് മമ്മി പറഞ്ഞതുകൊണ്ടായിരിക്കാം. ഇതൊരു അനാവശ്യമായൊരു വഴക്കിടലായിരുന്നു ശ്രീതു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് സിജോ അത് പറഞ്ഞു തിരുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ നോറയും ഒട്ടും മോശമല്ല. ജിൻഡോയുടെ അടുത്തുള്ള കലിപ്പും ആ ടീമിന്റെ അടുത്തുള്ള കലിപ്പൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. നോറയ്ക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണല്ലോ ആ ടീമിലുള്ളത് എന്നുള്ളതുകൊണ്ട് നോറയും ആ കലിപ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീതുവും അതുപോലെ കലിപ്പ് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. കാണുന്നുണ്ട്, പുറത്തുള്ളവർ കാണുന്നുണ്ട്, ഇതൊക്കെ കാണുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീതുവിടെ ഭയങ്കരമായിട്ട് കലിപ്പിടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ശ്രീതു വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് കൂടുതൽ ശ്രീതുവിന് നെഗറ്റീവ് ആക്കുള്ളൂ എന്നാണ് എനിക്കത് കണ്ട സമയത്ത് തോന്നിയത്.